ഡിയർ പാർട്ട്നേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ട്ണർമാർ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഏർലി ബേർഡ് ഓഫറിൻ്റെ പ്ലാനിൽ മിനിമം 100 USDT 3 ID-യിലും ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ സിസ്റ്റത്തിൻ്റെ പ്ലാൻ പ്രകാരം നമ്മൾ എത്രയാണോ ടോക്കൺ ഫാമിംഗ് ചെയ്തത്, ആ ടോക്കൺ ഫാമിംഗ് 100 USDT ആണെങ്കിൽ അത് 0.20 വെച്ച് ഡെയിലി വരുമാനം നൽകുകയും INR പറ്റി പറയുകയാണെങ്കിൽ 26 രൂപ വരുമാനം ലഭിക്കുകയും പിറ്റേ ദിവസം മുതൽ ആ വരുമാനം 33.5 മാസം അഥവാ 1000 ദിവസം കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സിസ്റ്റത്തിൻ്റെ വലിയ പ്ലാൻ പദ്ധതി പ്രകാരം ഏർലി ബേർഡ് ഓഫർ പ്രകാരം നമുക്ക് ലഭിക്കുന്ന വരുമാനം വെറും 222 ദിവസം കഴിയുമ്പോൾ തന്നെ 1000 ദിവസം കൊണ്ട് ലഭിക്കുന്ന വരുമാനം 222 ദിവസം കൊണ്ട് ലഭിക്കുന്ന പദ്ധതിയാണ് ഏർലി ബേർഡ് ഓഫർ പ്ലാൻ. ആ ഏർലി ബേർഡ് ഓഫർ പ്ലാൻ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ 100 USDT നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ 100 USDTയുടെ ഫാമിംഗ് നടത്തുകയും അതുപോലെ തന്നെ സബ് 2 ID-യിൽ നമ്മുടെ തന്നെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ സബ് ആ 2 അക്കൗണ്ടിൽ ആ ദിവസം തന്നെ 100 USDTയുടെ ഫാമിംഗ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുകളിലത്തെ മെയിൻ ID ക്വാളിഫൈഡ് ആവുന്നു. മെയിൻ ID-യിൽ 0.20 വെച്ച് ലഭിക്കുന്ന വരുമാനം INR 26 രൂപയിൽ നിന്ന് വ്യത്യാസമായി 117 രൂപ ലഭിക്കും. 0.20 എന്നുള്ളത് പ്ലസ് 70 കൂടി ഡെയിലി ആഡ് ചെയ്തുകൊണ്ട് 90 ആയി വരുമാനം 117 രൂപയാണ് മെയിൻ ID-യിൽ ലഭിക്കുക. അപ്പോൾ ഈ താഴത്തെ ID മെയിൻ ID-കാരൻ തന്നെ റെഫറൽ ചെയ്തുകൊണ്ട് ആ വ്യക്തി വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% മെയിൻ ID-യിൽ റെഫറൽ കമ്മീഷനായി ലഭിക്കും. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 5 രൂപ റെഫറൽ കമ്മീഷൻ ലഭിക്കും. അതുപോലെ തന്നെ 2 ID-യിലും കൂടി 10 രൂപ റെഫറൽ കമ്മീഷനായി 20% ലഭിക്കും. അപ്പോൾ ഒരു ദിവസത്തെ മെയിൻ ID-യിൽ 100 USDT ചെയ്യുന്ന മെയിൻ ID-യിലുള്ള വരുമാനം എന്ന് പറയുന്നത് 127 രൂപ വെച്ച് ലഭിക്കും. ഈ റഫറൽ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് 190 ദിവസമാണ് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ ഐ ഡി 222 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ മെയിൻ ID ഇരട്ടിക്കുന്നു. 26,000-ലധികം വരുന്നു. റഫറൽ കമ്മീഷൻ അടക്കം 26,000-ലധികം വരുന്നു. ഇതിൻ്റെ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 85% മാത്രമാണ്, എത്രയായാലും നമുക്ക് 85% മാത്രമാണ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കി വരുന്ന ആ ഒരു മൂല്യം USDT മൂല്യം നമ്മുടെ ഫാമിംഗ് വാലറ്റ് എന്ന് പറഞ്ഞ വാലറ്റിൽ നിക്ഷേപിക്കുകയും ആ നിക്ഷേപിക്കുന്നത് 100 USDT ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഫാമിങ്ങിലേക്ക് കൊടുത്ത് ഫാമിംഗ് വാല്യൂ വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ മിനിമത്തിൽ 100 USDTയുടെ താഴത്തെ സബ് അക്കൗണ്ട് എന്ന് പറയുന്നത് അത് ഒരിക്കലും 222 ദിവസം കഴിയുമ്പോൾ കട്ടാകുന്ന ഒരു അക്കൗണ്ടല്ല. അത് 1000 ദിവസം കൊണ്ടാണ് ആ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കുന്നത്. അവിടെ ഡെയിലി ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 0.20 വെച്ച് ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 26 രൂപ വെച്ച് ഒരു ID-യിൽ ലഭിക്കും. അതുപോലെ തന്നെ സബ് ID-യിലും 26 രൂപ വെച്ച് ലഭിക്കും. ടോട്ടലി 52 രൂപ ഡെയിലി വരുമാനം ലഭിക്കും. ഈ താഴത്തെ സബ് അക്കൗണ്ട് 100 USDT 1000 ദിവസം കൊണ്ട് 33.5 മാസം കഴിയുമ്പോൾ ഇത് ഇരട്ടിച്ച് 200 USDT ആകുന്നു. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ബേസ് പ്രൈസ് 130 ആണ്, 26,000 രൂപ ആയി മാറുന്നു.
അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ ഐ ഡിയിൽ നമുക്ക് ടോട്ടലി വരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു 127 രൂപയാണ് ലഭിക്കുക. മന്ത് ലഭിക്കുന്ന വരുമാനം 5000 ടോട്ടലി, പിന്നെ മെയിൻ ഐ ഡിയിലും താഴത്തെ 2 ഐ ഡിയിലും കൂടി പ്രതിമാസം 5370 രൂപ വരുമാനം ലഭിക്കുന്നു. അതിൻ്റെ 85% നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മിനിമം ഫാമിംഗ് ചെയ്തുകൊണ്ട് നമ്മുടെ 100 യൂണിവേഴ്സിറ്റിയുടെ ഫാമിംഗ് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യണം, അത് വീണ്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ 90% ലഭിക്കണമെങ്കിൽ ആ മെയിൻ ഐ ഡിയിൽ നിക്ഷേപിക്കുന്ന ആ തുക തന്നെ ആ ദിവസം തന്നെ താഴത്തെ ഐ ഡിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൃത്യമായി കാലാകാലം നമ്മൾ എത്രത്തോളം ഈ പ്രോസസ്സ് തുടർന്നു അത്രത്തോളം നമുക്ക് മെയിൻ ഐ ഡിയിൽ 90 വെച്ച് വരുമാനം ലഭിക്കുകയാണ്. എന്ത് ചെയ്യണം, ഈ മിനിമത്തിൽ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്, അതായത് മിനിമത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ 53,100 രൂപയാണ് വേണ്ടത്. സീഡ് ഫണ്ടിങ്ങിന് വേണ്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3 ഐ ഡിയിലും കൂടി 12,900 രൂപ സീഡ് ഫണ്ടിങ് ചെയ്ത് സിസ്റ്റത്തിൻ്റെ പാർട്ട്ണർഷിപ്പിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമാണ്. അതുപോലെ തന്നെ 3 ഐ ഡിയിലും ടോക്കൺ ഫാമിങ്ങിന് 39,000 രൂപ, 13,000 വെച്ച് ഒരു ഐ ഡിയിൽ 39,000 രൂപ. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റ് ചെക്ക് ചെയ്യാൻ ട്രസ്റ്റ് വാലറ്റിൽ 100 PVC മെറ്റ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി 12,900 പ്ലസ് 39,000 പ്ലസ് PVC മെറ്റ ട്രസ്റ്റ് വാലറ്റ് 100, ടോട്ടലി 53,100 രൂപ കൊണ്ട് ഈ ഏർലി ബേർഡ് മിനിമം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നീട് ആ വ്യക്തിക്ക് എത്രയാണോ പിന്നീട് ആഡ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ കാലാകാലം ഈ ഒരു വരുമാനം ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മിനിമം ഏർലി ബേർഡ് പ്ലാനെ പറ്റി പറയാനുള്ളത്. ഓക്കെ ഡിയർ പാർട്ട്നേഴ്സ്, താങ്ക് യു.